Hello friends, welcome to the 𝙂𝙗𝙗 channel. എൻ്റെ പേര് അജയ്. എല്ലാവർക്കും സുഖം വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മളെന്ത് പറയാൻ പോകുന്നത് നിയോ ഗ്ലോബൽ കാർഡ്. നിങ്ങൾ പരസ്യം കണ്ടിരിക്കും. നമ്മളെ കളി കാണുന്നതിലൊക്കെ നിയോ ഗ്ലോബൽ കാർഡ് എടുത്തിട്ടില്ല എന്നൊക്കെ ചോദിച്ചിട്ട് നിങ്ങൾ പരസ്യം കണ്ടിരിക്കും. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നിയോ ഗ്ലോബൽ കാർഡ് നമുക്ക് എങ്ങനെ എടുക്കാം, അതിൻ്റെ എലിജിബിലിറ്റി എന്താണ്, അതിൻ്റെ ക്രൈറ്റീരിയ എന്തൊക്കെയാണ്, അതിൻ്റെ ഗുണങ്ങളും ബെനിഫിറ്റ്സ് ഒക്കെ എന്തൊക്കെയാണെന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. ആക്ച്വലി ഇതൊരു പ്രീപെയ്ഡ് കാർഡാണ്, ക്രെഡിറ്റ് കാർഡ് അല്ല. പ്രീപെയ്ഡ് കാർഡാണ്, സ്പെഷ്യലി ഫോർ ട്രാവലേഴ്സാണ്. നമുക്ക് ഫോറിൻ കൺട്രീസിൽ പോയിട്ട് നിങ്ങൾക്ക് അറിയായിരിക്കും നമ്മുടെ ക്രെഡിറ്റ് കാർഡും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നത് നമുക്ക് എക്സ്ട്രാ ഒരു മാർക്കപ്പ് ചാർജ് വേണ്ടി ഫോറിൻ മാർക്കപ്പ് ചാർജ് ഒരു സംഭവം എക്സ്ട്രാ നമുക്ക് വരും. നമ്മൾ എടുക്കുന്നതിൻ്റെ എമൗണ്ടിൻ്റെ ഒരു ശതമാനം നമുക്കൊരു ചാർജ് വരും. അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ ഒരു ട്രാവൽ ഫോറക്സ് കാർഡ് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്കത് ലാഭിക്കാൻ പറ്റും. അപ്പോൾ ആക്ച്വലി ഇതിൻ്റെ കുറേ പോയിന്റ്സ് ഉണ്ട് കേട്ടോ. നമുക്ക് ആക്ച്വലി ഇതിൻ്റെ നമുക്കിത് ശരിക്കും നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന വെച്ചാൽ നമ്മൾ ഇതിൻ്റെ ഒരു ആപ്പ് ഉണ്ട്, നിയോ ഗ്ലോബൽ എന്നൊരു ആപ്പ് ഉണ്ട് പ്ലേ സ്റ്റോറിൽ. അതുവഴിയാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. അതിൻ്റെ പ്രൊസീജിയർ ഞാൻ എന്തായാലും ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഇത് ആക്ച്വലി പ്രൊവൈഡ് ചെയ്യുന്നത് ഞാൻ എന്തായാലും കുറേ നോട്ടടക്കം എഴുതി വെച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ കുറേ കാര്യങ്ങളുണ്ട്. SBM ബാങ്കാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇപ്പോൾ SBM ബാങ്ക് എന്ന് പറയുന്നത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് മൗറീഷ്യസ് ആണ്, ഒരു ഫോറിൻ ബാങ്കാണ്. അത് നമ്മുടെ ഇന്ത്യൻ സബ്സിഡിയിൽ തുടങ്ങിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ SBM ബാങ്ക് എന്തായാലും കേട്ടിട്ടുണ്ടായിരിക്കും. എന്ന് വെച്ചാൽ എല്ലാ പേ ലേറ്റർ കാർഡുകളും കൊടുക്കുന്ന SBM ബാങ്കാണ്. അപ്പോൾ അതിൻ്റെ മെയിൻ ഫീച്ചേഴ്സായിട്ട് നമുക്ക് 0 forex മാർക്കപ്പ് ചാർജാണ് വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഫ്രീ ഇൻ്റർനാഷണൽ ആൻഡ് ഡൊമസ്റ്റിക് ലോഞ്ചസ് ഫ്രീ കിട്ടുന്നുണ്ട് ഈ കാർഡിലൂടെ. പിന്നെ നമുക്ക് 5% ഇൻട്രസ്റ്റ് ഓൺ സേവിങ്സ് അക്കൗണ്ട് കിട്ടുന്നുണ്ട്. നമുക്കിത് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്കൊരു സേവിങ്സ് അക്കൗണ്ട് കിട്ടുന്നുണ്ട്, 0 ബാലൻസ്. ഇതിൻ്റെ കൂടെ കിട്ടുന്നത് നമുക്ക് വിസ സിഗ്നേച്ചർ കാർഡാണ് കേട്ടോ. അപ്പം നമുക്ക് ഈ എയർപോർട്ട് ലോഞ്ചസ് ഫ്രീ കിട്ടുന്നതൊക്കെ നമ്മുടെ ഈ വിസയുടെ ഭാഗമായിട്ടുള്ള ഈ കോംപ്ലിമെൻ്ററി ഓഫേഴ്സാണ് നമുക്കിത് കിട്ടുന്നത്. പിന്നെ ഇത് അപ്ലൈ ചെയ്യുന്നതെന്ന് വെച്ചാൽ നിയോ ഗ്ലോബൽ ആപ്പ് എന്ന് നമുക്ക് ആപ്പ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ കിട്ടും നമ്മുടെ പ്ലേ സ്റ്റോറിൽ. നിങ്ങൾക്ക് നമ്മുടെ KYC വെച്ചിട്ട് അതായത് പാന്, ആധാർ, പിന്നെ കൂടെ അതിനൂടെ പാസ്പോർട്ടും വേണം നമുക്കിത് അപ്ലൈ ചെയ്യണമെങ്കിൽ. അപ്പോൾ ഈ 3 വേണം ഇത് അപ്ലൈ ചെയ്യാൻ. ഡയറക്റ്റ് ഓൺലൈനാണ്, ഡിജിറ്റലാണ്, ഈസി ആയിട്ട് തന്നെ അപ്പം തന്നെ നമുക്ക് വെർച്വൽ കാർഡും കിട്ടും. നമ്മളൊരു 5000 രൂപ എമൗണ്ട് ഇതിലേക്ക് നമ്മുടെ കാർഡിലേക്ക് കയറ്റി കഴിഞ്ഞാൽ നമുക്ക് ഫിസിക്കൽ കാർഡ് അപ്ലൈ ചെയ്യാനുള്ള ഓപ്ഷൻ വരും. ഒരു 7 to 10 ഡേയ്സിനുള്ളിൽ നമുക്ക് ഫിസിക്കൽ കാർഡ് കിട്ടും ചെയ്യട്ടാം. അപ്പോൾ എന്താണ് നമുക്ക് ഈ ഫോറക്സ് കാർഡ്? അപ്പോൾ നമുക്ക് എന്തായാലും ഫോറക്സ് കാർഡ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ട്രാവൽ കാർഡാണ്. പ്രത്യേകിച്ച് ട്രാവലേഴ്സിന് വേണ്ടിയിട്ട് മാത്രമായിട്ടുള്ള കാർഡാണ്. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ട്രാവൽ ചെയ്യുന്നതില്ലെങ്കിൽ ഇതിൻ്റെ ഗുണം നിങ്ങൾക്ക് കിട്ടില്ല. ട്രാവലേഴ്സിന് ഒരു കാർഡാണ്. പിന്നെ ഒരു പ്രീപെയ്ഡ് കാർഡാണ്. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയായിരിക്കും പ്രീപെയ്ഡ് കാർഡെന്ന് ഉദ്ദേശിച്ചാൽ ഇപ്പോൾ നമുക്ക് ഈ വാലറ്റ് എന്നൊക്കെ പറയില്ലേ, അത് സംഭവം തന്നെ. നമ്മൾ ക്യാഷിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക, ആവശ്യമുള്ളപ്പോൾ ആഡ് ചെയ്ത് കൊടുക്കുക. അതാണ് നമ്മുടെ പ്രീപെയ്ഡ് കാർഡ് എന്ന് പറയുന്നത്. 2 ടൈപ്സ് കാർഡ് ഉണ്ട്. സിംഗിൾ കറൻസി കാർഡുണ്ട്, മൾട്ടിപ്പിൾ കറൻസി കാർഡുണ്ട്. പിന്നെ ഇതിൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് സേഫ്റ്റി തന്നെയാണ് മെയിനായിട്ട് വരുന്നത്. എന്ന് വെച്ചാൽ നിങ്ങൾക്കറിയായിരിക്കും ഇതൊരു പ്രീപെയ്ഡ് കാർഡാണ്. അപ്പോൾ നമ്മൾ ഇട്ട കാശാണ് മാക്സിമം അവർക്ക് എടുക്കാൻ പറ്റുള്ളൂ. നമുക്കിത് എന്തെങ്കിലും കാരണവശാൽ കളഞ്ഞു പോവുകയോ അല്ലെങ്കിൽ ഹാക്കായി കഴിഞ്ഞാൽ അങ്ങനെ എന്തെങ്കിലും സംഭവമൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ തന്നെ നമ്മളതിൽ ലോഡ് ചെയ്ത എമൗണ്ട് മാത്രം നമുക്ക് ഇത് എടുക്കാൻ പറ്റുള്ളൂ, നമുക്ക് നഷ്ടമാവുള്ളൂ, ലോസ് ആവുള്ളൂ. അപ്പോൾ അതൊരു ഈസി പിന്നെ ഇത് വിസ സിഗ്നേച്ചർ കാർഡാണ്, എല്ലായിടത്തും അക്സെപ്റ്റഡ് ആവുന്ന കൺവീനിയൻസ് ആണ് കൊണ്ടുനടക്കാൻ. പ്രത്യേകിച്ച് നമ്മൾ ഫോറിൻ ട്രിപ്പൊക്കെ പോകുമ്പോൾ അവരെ ക്യാഷ് കൊണ്ടു നടക്കുന്നത് അത്രയ്ക്ക് സേഫാന്ന് പറഞ്ഞാൽ ഡിപ്പെൻഡ്സ് അപ്പോൾ കൺട്രിയാണ്. എന്നാലും നമുക്ക് കൺവീനിയൻസ് ആണല്ലോ ജസ്റ്റ് ഒരു കാർഡ് കൊണ്ട് നടക്കാമെന്ന് പറഞ്ഞാൽ. പിന്നെ 0 മാർക്കപ്പ് ചാർജാണ്. നിങ്ങൾക്ക് അറിയായിരിക്കും, ഞാൻ നേരത്തെ പറഞ്ഞാൽ മാർക്കപ്പ്സ് എന്ന് പറഞ്ഞാൽ ഒരു ബാങ്ക് നമ്മുടെ നിന്ന് ഒരു കാശ് എടുക്കും. നമ്മൾ ഫോറിനിൽ പോയിട്ട് ഒരു ട്രാൻസാക്ഷൻ ചെയ്യുമ്പോൾ അതിനൊരു എക്സ്ട്രാ നമ്മൾ എത്ര ട്രാൻസാക്ഷൻ ചെയ്തോ അതിൻ്റെ ഒരു എക്സ്ട്രാ എമൗണ്ട് ഒരു ക്യാഷ് മാർക്കപ്പ് ചാർജ് ഒരു സംഭവം എടുക്കും. അത് ശരിക്കും അത്യാവശ്യം നല്ല കാശ് വരും. അപ്പോൾ അത് അങ്ങനെ ഉപയോഗിക്കുന്നവർക്ക് ഇങ്ങനത്തെ ട്രാവൽ കാർഡ് വാങ്ങിച്ച് ഉപയോഗിക്കുകയാണെങ്കിൽ ബെസ്റ്റ് സാധനമാണ്. അത് നിങ്ങൾക്ക് 0 ആയിട്ട് കിട്ടും. എന്ന് വെച്ചാൽ എക്സ്ട്രാ ചാർജ് പോലെയുണ്ട്, 0 ആയിട്ട് ഉപയോഗിക്കാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ 0 ബാലൻസ് അക്കൗണ്ട് കിട്ടുന്നുണ്ട്. ഡിജിറ്റൽ KYC ആണ്, അക്കൗണ്ട് ഓപ്പണിംഗ് ഒക്കെ ഡിജിറ്റലാണ് കേട്ടോ. പിന്നെ നമുക്കിതിൽ എമൗണ്ട് ഞാൻ പറഞ്ഞല്ലോ, ഇത് വാലറ്റ് പോലെയാണ്, നമുക്കിതിൽ ലോഡ് ചെയ്യണം. നമുക്ക് ഇഷ്ടം പോലെ ലോഡ് ചെയ്യാം. ഇത് 0 ലോഡിംഗ് ചാർജാണ്. നമുക്ക് ലോഡിങ്ങിന് നമ്മുടെ ക്യാഷ് ആഡ് ചെയ്യുന്നതിന് എക്സ്ട്രാ ചാർജും കാര്യമൊന്നുമില്ല. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 5% ഇൻട്രസ്റ്റ് കിട്ടുന്നുണ്ട്. 0 ഫണ്ട് ട്രാൻസ്ഫർ ഫീ വരുന്നുണ്ട്. നമുക്ക് ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ അതായത് IMPS NTFS വെച്ചിട്ട് ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ വേറെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ അതിന് എക്സ്ട്രാ ചാർജുകളൊന്നുമില്ല. കാർഡ് NFC സപ്പോർട്ടറാണ്, ടാപ്പ് ആൻഡ് പേ ആണ്, അതായത് ഇപ്പോൾ വൈഫൈ ആൾക്കാർ പറയുന്നത്. അതുപോലെ തന്നെ എയർപോർട്ട് ലോഞ്ച് നമുക്ക് ഫ്രീ കിട്ടുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡൊമസ്റ്റിക്കിലും കിട്ടുന്നുണ്ട്, നമുക്ക് ഇൻ്റർനാഷണലും കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഈ ആപ്പിൽ തന്നെ നിയോ ഗ്ലോബലിൻ്റെ ആപ്പിൽ തന്നെ നമുക്ക് കറൻസി കൺവേർട്ടറും കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ATM ലൊക്കേറ്ററും കിട്ടുന്നുണ്ട്. നമുക്ക് പുറത്തൊക്കെ പോയിട്ട് നമുക്ക് ഈ സംഭവങ്ങളൊക്കെ ചെയ്ത് നോക്കാൻ ഭയങ്കര പാടായിരുന്നു. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഈ ഒറ്റ ആപ്പിൽ കിട്ടുന്നുണ്ട്. 0% കമ്മീഷനാണ് എടുക്കുന്നത്. 24/7 സപ്പോർട്ട് നമുക്ക് ഇതിൽ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ കാർഡ് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും, ഭയങ്കര ലുക്കുള്ളൊരു കാർഡാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രാവലേഴ്സ് ആണെങ്കിൽ, അതും ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഈ ട്രാവൽ ചെയ്യുന്നുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് ഫോറിൻ കൺട്രീസിലേക്ക് നിങ്ങൾ എടുത്ത് എൻ്റെ കിട്ടുന്നില്ലല്ലോ, എന്തായാലും എടുത്ത് സാധനം കിട്ടുന്നില്ല.
എന്തായാലും നിങ്ങൾ എടുത്തേണ്ടിരിക്കേണ്ട ഒരു എന്തായാലും അതും തെറ്റി എന്തായാലും നിങ്ങൾ എടുക്കേണ്ട ഒരു കാർഡ് കിട്ടി നിങ്ങൾ എടുക്കേണ്ട ഒരു കാർഡാണ് അത് ഫോറസ്റ്റ് കാർഡ് എന്ന് പറയുന്നത് നമ്മുടെ ഗ്ലോബലിൻ്റെ SBI ബാങ്കിൽ പ്രൊവൈഡ് ചെയ്യുന്ന എക്സ്ട്രാ ചാർജുകളൊന്നും ഇല്ല വേറെ മെയിൻ്റനൻസ് ചാർജൊന്നും ഇല്ല സീറോ മെയിൻ്റനൻസ് ചാർജ് എന്താ ഫുൾ തെറ്റാണല്ലോ സീറോ നമുക്കൊരു എക്സ്ട്രാ കാശൊന്നും കൊടുക്കേണ്ട അതാണ് ഞാൻ ഉദ്ദേശിച്ചത് എന്താ പറയുക മെയിൻ്റനൻസ് ചാർജ് 0 ആണ് അതാണ് നമ്മൾ ഉദ്ദേശിക്കാൻ വന്നത് ഇന്ന് ഫുള്ള് വെള്ളിയെന്നുണ്ട് കയ്യിൽ അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് സംഭവം ഓൾമോസ്റ്റ് ഒരു ഐഡിയ ആയിട്ട് കിട്ടുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ട്രാവലേഴ്സ് ആണെങ്കിൽ പ്രത്യേകിച്ച് ഇപ്പോൾ നല്ലോണം അത്യാവശ്യം ഫോറിൻ കൺട്രീസിലേക്കൊക്കെ ട്രാവൽ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും എടുത്തുകൊണ്ടിരിക്കുന്ന ഒരു കാർഡാണ് കേട്ടത് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഈ ബാക്കി ഈ നമ്മുടെ ക്രെഡിറ്റ് കാർഡ് അപ്പോൾ നിങ്ങൾക്ക് അറിയാം നമ്മൾ ഫോറിനിലൊക്കെ നമുക്ക് ക്രെഡിറ്റ് കാർഡ് അക്സെപ്റ്റഡ് ആണ് ഇൻ്റർനാഷണൽ അക്സെപ്റ്റഡ് കാർഡാണ് ക്രെഡിറ്റ് കാർഡുകളൊക്കെ പക്ഷേ അത് ഉപയോഗിക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എക്സ്ട്രാ ചാർജുകളൊക്കെ നമ്മുടെ നിന്ന് പിടിക്കും ബാങ്കിന് നല്ല ലാഭമാണ് പക്ഷെ നമുക്ക് ലാഭമല്ലല്ലോ അപ്പോൾ നമുക്ക് ഉപയോഗിക്കാൻ വരുന്ന ഇങ്ങനത്തെ ട്രാവൽ കാർഡുകളാണ് നമുക്ക് ആവശ്യമുള്ള എമൗണ്ട് നമുക്കിതിൽ ആഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഉപയോഗിക്കുക അപ്പോൾ നമുക്ക് ഇതിന് എക്സ്ട്രാ ചാർജ് കാര്യങ്ങളൊന്നുമില്ല കുറച്ചും കൂടി സേഫ്റ്റിയാണ് അപ്പോൾ നമുക്ക് നമ്മുടെ കൺവീനിയൻസിന് ഉപയോഗിക്കാം നമുക്ക് ക്യാഷ് നമുക്ക് പിടിച്ചുകൊണ്ടിരിക്കേണ്ട ക്യാഷ് കഴിഞ്ഞു എന്നുള്ള ടെൻഷൻ വേണ്ട എക്സ്ട്രാ ചാർജും കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കട്ടെ ഞാൻ എന്തായാലും നിയോ ഗ്ലോബലിൻ്റെ ആപ്പിൻ്റെ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ഒന്ന് ഡൗൺലോഡ് ചെയ്ത് KYC ചെയ്തൊക്കെ വേറെ പ്രൊസീജിയറൊന്നുമില്ല പാസ്പോർട്ട് വേണം കേട്ടോ അല്ലാണ്ട് കിട്ടില്ല ഇത് പാസ്പോർട്ട് വേണം അപ്പോൾ ഇത് നമ്മൾ KYC ചെയ്യാനടുത്ത് പാസ്പോർട്ട് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കേണ്ടി വരും അപ്പോൾ അത്രേ ഉള്ളൂ അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഓൾമോസ്റ്റ് ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യണം വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ സപ്പോർട്ട് ചെയ്യുക ഫ്രണ്ട്സിലേക്ക് ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കണ്ട അതുപോലെ തന്നെ നമ്മുടെ രണ്ടാമത്തെ ചാനൽ കാണാത്തവർ പോയി കാണുക നമ്മുടെ ഈ ചാനൽ സെക്ഷനിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട് നമ്മൾ ഷോർട്സും അതുപോലെ പെറ്റ്സിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് കൊടുക്കുന്നതാണ് അപ്പോൾ ഒന്ന് കയറി നോക്കിയോട്ടെ സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട അതുപോലെ സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനും മറക്കണ്ട അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് ഫോളോ ചെയ്യാനും അതിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിലും കോൺടാക്ട് ചെയ്യാം അപ്പോൾ നമുക്ക് എന്താ പറയുക സ്റ്റോപ്പ് ചെയ്താലോ അപ്പോൾ ഞാൻ അടുത്ത വീഡിയോ കാണാം